ഹലോ ഗായ്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗായ്സ്, എൻ്റെ അക്കൗണ്ട് ഒന്ന് സെറ്റായി. ഞാൻ ഇന്ന് കുറച്ച് ഗോഗണ്ണായിട്ടാണ് ആദ്യം തുടക്കം തന്നെ എന്നെ കളിച്ചാണ്. എൻ്റെ ആദ്യത്തെ ഗോഗൺ കാണിച്ചു തരാം. കണ്ടോ ഗായ്സ്, ഇതാണ് എൻ്റെ ആദ്യത്തെ ഗോഗൺ. നിങ്ങൾ പേടിക്കണ്ട, ഇത് എൻ്റെ അക്കൗണ്ട് തന്നെ. അപ്പം നമുക്ക് പോയി തുടക്കത്തിൽ തന്നെ പോയി അവനെ ഗായ്സ് ടൺ ടൺ. എങ്ങനെയുണ്ട് ഗായ്സ് ഈ മോട്ട്? അവരല്ലേ? യെസ് ഗായ്സ്, ഈ മോട്ടും ഞാൻ തൂക്കി. നമുക്ക് അടുത്ത മാച്ചും കൂടി ഒന്ന് പോയി നോക്കാം. നമുക്ക് വുഡ്പെക്കർ കിട്ടുമെങ്കിൽ, വുഡ്പെക്കറും പരാഫലും A94ഉം കിട്ടുമെങ്കിൽ അതും വച്ചുകൊണ്ട് നമുക്ക് മാച്ച് പോവാം. എനിക്ക് അതിൻ്റെ ഗൺ സ്കിന്നൊക്കെ കിട്ടിയതാണ് ഗായ്സ്. ഇവൻ പേടിച്ചോടിയ ഗായ്സ്, ബാക്ക് അടിച്ച് പോയി ഗായ്സ് അവൻ. നമുക്ക് അടുത്ത കളിയും കൂടെ നോക്കാം അവൻ ബാക്ക് അടിച്ച് പോയാൽ ഇല്ലെന്ന്. കളിക്കുകയാണെങ്കിൽ നമുക്ക് പോയി കളിക്കാം. അടുത്ത കളി സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമുക്ക് ഈ കളി നോക്കാം അവൻ ബാക്ക് ഇറങ്ങി പോയാന്ന്. അല്ല ഗൈസ്, അപ്പോൾ ഉണ്ട്, അവൻ ബാക്കൊന്നും ഇറങ്ങി പോയിട്ടില്ല ഗൈസ്. പുതിയ ഫിസ്റ്റൊക്കെ എടുക്കുന്നു ഗൈസ്. അവൻ എന്നെ തോപ്പിക്കാറായെന്നാണ് അവൻ്റെ വിചാരം ഗൈസ്. അവൻ എന്നെ തോപ്പിക്കാറൊന്നും ആയില്ല. ഞാൻ കാണിച്ചു തരാം, ഇതെൻ്റെ അക്കൗണ്ട് തന്നെ. നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും അക്കൗണ്ടിൽ കളിക്കായിരിക്കുന്നു. ഇതാ വേറൊരു ഇമോട്ടും ഉണ്ട് ഗൈസ്, കണ്ടോ? ഇതാണ് അടുത്ത ഇമോട്ട്. എല്ലാ ഇമോട്ടും ഞാൻ തൂക്കി ഗൈസ്. ഞാൻ സിമ്പിളായിട്ട് ഗ്ലൂ അടിക്കും. നോക്കാം അടുത്ത കളി പോകാൻ പറ്റുമെന്ന്. കണ്ടോ ഗൈസ്, ഇതാണ് എൻ്റെ അക്കൗണ്ട്. എൻ്റെ റിക്ക് സെയിം അക്കൗണ്ട് തന്നെയാണ്. നിങ്ങൾ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. അടുത്ത കളിയും കൂടെ പോയി നോക്കാം. നമുക്ക് പക്കറും പരാഫിലും വെച്ച് കളിക്കാൻ പറ്റില്ലെന്ന് നമുക്ക് നോക്കാം. ഫ്രീ ഫയർ 94 ഇതിൽ വരത്തില്ല ഗൈസ്, അത് വേറെ കാര്യം. ഗൈസ്, ഇതിലിപ്പം പക്കറും പരാഫിലും കിട്ടി. നമുക്ക് രണ്ടും വെച്ച് കളിക്കാം ഗൈസ്. വേണ്ട, പോയി ഗൈസ്. നമുക്ക് രണ്ട് വെച്ചൊന്ന് കളിച്ച് രാഫൽ ഗൈസ്. ഇമോട്ട് അങ്ങോട്ട് അവനെ വരയ്ക്കാൻ ഗൈസ്. നമ്മളെ വുഡ്പെക്കർ എങ്ങനെയുണ്ട്? വുഡ്പെക്കർ സീനല്ലേ? വുഡ്പെക്കർ വെച്ചൊരു ഷോട്ട് അടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പം വുഡ്പെക്കർ വെച്ച് ഷോട്ട് അടിക്കാൻ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൈസ്, വുഡ്പെക്കർ വെച്ച അടുത്ത ഷോട്ട് ഇമോട്ട് തന്നെ അങ്ങോട്ട് ഇട്ടാൽ കൊടുക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ കറങ്ങുന്ന ഇമോട്ട് അങ്ങോട്ട് കൊടുക്കാം. ഹൈപ്പർ ബുക്കിൽ നിന്ന് കിട്ടുന്ന ഇതിന് ഗൺ സ്കിന്നൊന്നുമില്ല. അത് വേറെ കാര്യം. ഇതിന് ഗൺ സ്കിൻ ഇതാണ് ഗൈസ്, നിങ്ങൾക്കറിയാമല്ലോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കറങ്ങുന്ന ഇമോട്ട് അങ്ങോട്ട് കൊടുക്കാം. ഇതാണ് ഗൈസ്.
വേറൊരു ഇമോട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ ഇമോട്ട് ഇതാണ് കണ്ടോ, ഇതാണ് ആ ഇമോട്ട്, ഉറങ്ങുന്ന ഇമോട്ട്. ഗൈസ് ഒരു റൗണ്ട് അവ എടുത്തു ഗൈസ്, കുഴപ്പമില്ല, നമുക്ക് പിടിക്കാം ഗൈസ്. നമുക്ക് ദേഷ്യമുള്ള ഇമോജൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പിടിക്കാം ഗൈസ്. നിങ്ങൾ പേടിക്കേണ്ട ഗൈസ്, നമുക്കടുത്ത എണ്ണയ്ക്കാണ് കണ്ടോ ഗൈസ്. ഇതാണ് എൻ്റെ ഇത്, ആ വിശ്വാസം ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, നിങ്ങൾ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ ഇതാണ് എൻ്റെ അക്കൗണ്ട് നെയിം. നമുക്ക് ചെയ്ത് പോവാം. കണ്ടോ ഗൈസ്, സിമ്പിൾ ഗൈസ്. ഹെൽത്ത് നോക്കണം ഗൈസ്. ഞാൻ വിഷയമല്ലേ എൻ്റെ കൺ, അത് ഇവോ കൺസുള്ളു. only ഇവോ കൺസ് ഗൈസ്. സിമ്പിൾ കണ്ടോ, ഇതാണ് എൻ്റെ വേറൊരു ഗൺ സ്കിൻ. ഞാൻ എല്ലാം വ്യക്തമായി കാണിച്ചു തരാം. കണ്ടോ റിക്ക്, ശ്രദ്ധിച്ച് കണ്ടോ, ഇതാണ് എൻ്റെ അക്കൗണ്ട്. എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക്. കണ്ടോ ഇതാണ്ടേ കണ്ടോ കാറ്റിനോ ആണ് ഞാൻ ഇപ്പോൾ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വെപ്പൺ കളക്ഷൻ കാണിച്ചത് ഈ വോപ്പൺ കളക്ഷൻ. കരാഫല് ലെവൽ 4, വുഡ് പെക്കർ ലെവൽ 3, പിന്നെ നമുക്ക് കിട്ടിയത് തോംസ് നിങ്ങൾക്കറിയാലോ ലെവൽ 2, പിന്നെ A94 ലെവൽ 3, പിന്നെ M87 ലെവൽ 2. അപ്പോൾ ഇത്രയുള്ള നമ്മളെ ഇതിൻ്റെ അകത്തുള്ള ഇവോഗൺസ് കളക്ഷൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടണിൽ നിൽക്കുക. ഈ സീരീസ് ഞാൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഈ ഇവോഗൺസുള്ള ഗെയിം പ്ലേ കൊണ്ടുവരുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.